നമസ്കാരം. പൊതുജനം കഴുതിയല്ല സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വാർത്തകൾ ഉൾപ്പെടെ ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ട ചില വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, അതുപോലെ ചില ജനകീയ റിപ്പോർട്ടുകൾ, അതിൽ തന്നെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ തത്സമയം പ്രേക്ഷകരെ ഈ പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള വാർത്താ യാത്ര ആരംഭിക്കുകയാണ്. പതിവ് സെഗ്മെന്റുകളും പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. നിങ്ങളുടെ ആശങ്കകൾ, പരാതികൾ, നിങ്ങൾക്ക് അറിയിക്കാനുള്ള വിഷയങ്ങൾ അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428305010. പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിൽ അയക്കാനുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഒരുക്കുന്നു. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. വൈദ്യുതി നിരക്ക് കൂട്ടി. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു. യൂണിറ്റിന് 16 പൈസയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. BPL വിഭാഗത്തിൽപ്പെട്ടവർക്കുൾപ്പെടെ നിരക്ക് വർധന ബാധകമാണ്. ഇന്നലെ മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിലായിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സലീം മാലിക് കൂടി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. പൊതുജനങ്ങൾ എങ്ങനെയാണ് ഈ നിരക്ക് വർധനയെ കാണുന്നത് എന്നുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, യൂണിറ്റിന് എത്രയാണ് കൂടാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. അക്കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. 16 പൈസയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? വിശദാംശങ്ങൾ എങ്ങനെ, ഉമേഷ് ബാലകൃഷ്ണൻ? റിജിത്ത്, ശരാശരിയാണ് ഈ 16 പൈസ എന്ന് പറയുന്നത്. അത് 5 പൈസ മുതൽ 20 പൈസ വരെ നമുക്ക് ഓരോ സ്ലാബിലും അത് മാറും. അത് കുറച്ചുകൂടി വ്യക്തത നമുക്ക് ഇപ്പോഴാണ് വന്നത്. ആ രീതിയിലാണ് വൈദ്യുത വർധന നിലവിൽ വരാൻ പോകുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തുക അല്ലെങ്കിൽ കുറഞ്ഞ യൂണിറ്റ് ഈടാക്കുന്ന ആളുകൾ, അതായത് ഒരു മാസം 50 യൂണിറ്റ് എല്ലാം ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് 5 പൈസയാണ് യൂണിറ്റിന് വർധന വന്നിരിക്കുന്നത്. അവരുടെ ഫിക്സഡ് ചാർജിൽ 5 രൂപയും മാറിയിട്ടുണ്ട്. എന്നാൽ അത് കൂടുന്നതിനനുസരിച്ച്, അതായത് 200 യൂണിറ്റ് ആണെങ്കിൽ അവരുടെ യൂണിറ്റിൻ്റെ പൈസ എന്ന് പറയുന്നത് 15 പൈസയാണ് ഒരു യൂണിറ്റിന് മാറിയിരിക്കുന്നത്. ഒപ്പം ഫിക്സഡ് ചാർജ് 10 രൂപ എന്ന നിലയിൽ മാറിയിരിക്കുന്നു. അതേസമയം 500 യൂണിറ്റ് എല്ലാം ഒരു മാസം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ യൂണിറ്റിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 20 പൈസയായി ഉയരും. അതായത് 16 അല്ല, ഏറ്റവും ഉയർന്ന നിരക്കെന്ന് പറയുന്നത് 20 പൈസയാണ്. 20 പൈസയായി വരെ ഒരു യൂണിറ്റിൻ്റെ നിരക്ക് ഉയരും. അതായത് 5 പൈസ മുതൽ 20 പൈസ വരെ. ശരാശരി നോക്കുകയാണെങ്കിൽ അത് 16 പൈസയാണ്. അതായത് വിവിധ സ്ലാബുകളിൽ ശരാശരി എടുത്തു കഴിഞ്ഞാൽ 16 പൈസയുടെ വർധന. നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ അവകാശപ്പെടുന്നത് 1.7%. അതായത് നിലവിലെ ജീവിത ചെലവിലുള്ള മാറ്റം ഏകദേശം 5% മുകളിലാണ് എങ്കിൽ 1.7% മാത്രമാണ് വൈദ്യുത താരിഫ് വർദ്ധിപ്പിക്കാൻ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും 16 പൈസ ഈ വർഷം മുതൽ നിലവിൽ വന്ന് കഴിഞ്ഞു. അടുത്ത വർഷം 2025-26 കാലഘട്ടത്തിൽ ഏപ്രിൽ മുതൽ ആ വൈദ്യുത വർധന എന്ന് പറയുന്നത് വീണ്ടും 12 പൈസ കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതായത് ഈ 2025 ഏപ്രിൽ ആകുമ്പോൾ ഈ 16 പൈസ എന്നുള്ളത് വീണ്ടും 12 പൈസ കൂടി ആകും. അതായത് 28 പൈസ എന്നുള്ള നിലയിലേക്ക് 2025 ഏപ്രിൽ മുതൽ വീണ്ടും മാറും. അതിനുശേഷം 2026-27 കാലഘട്ടത്തിൽ വീണ്ടും 9 പൈസ കൂടി വർദ്ധിപ്പിക്കും. ഈ രീതിയിൽ 2026-27 കാലഘട്ടം വരെയുള്ള ചാർജ് വർധനയാണ് നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം പ്രധാനപ്പെട്ട KCB 2-3 നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, വൈകിട്ട്, അതായത് ഏറ്റവും പീക്ക് ടൈം വൈദ്യുതി ഉപയോഗിക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. അവിടെ പ്രത്യേകം ചാർജ് ഈടാക്കണമെന്നുള്ള നിർദ്ദേശം അത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല. മറ്റൊന്ന് സമ്മർ ചാർജാണ്. അതായത് ജനുവരി കഴിഞ്ഞ് ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന കാലഘട്ടം ചൂടാണ്. സ്വാഭാവികമായി AC-യും പകലുമെല്ലാം AC ഉപയോഗിക്കുന്ന വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന കാലഘട്ടം. ഈ സമയത്തേക്ക് പ്രത്യേകം 10 പൈസ കൂടി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതും റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചില്ല. പക്ഷേ ഫിക്സഡ് ചാർജിലടക്കം വീണ്ടും വർധന നടപ്പാക്കി വന്നു. നമുക്കിനി കുറച്ചുകൂടി ഓരോ വീട്ടിലുള്ളവർക്കും ഏത് രീതിയിൽ അത് ബാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കണക്ക് ഇപ്രകാരമാണ്. അതായത് 100 യൂണിറ്റ് വരെ ഉപയോഗിച്ചിരുന്ന ഒരു വീട്ടിലെ ഉപഭോക്താവാണെങ്കിൽ അവർക്ക് യൂണിറ്റിന് 10 പൈസ മാത്രമേ വർധനയുള്ളൂ. കൂടാതെ ഫിക്സഡ് ചാർജ് 10 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ 65 രൂപയാണ് അവരുടെ ഫിക്സഡ് ചാർജ്. കൂടാതെ 405 രൂപ, ഒരുപക്ഷെ 100 യൂണിറ്റാണ് ഒരു മാസം ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് യൂണിറ്റ് ചാർജ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 4.5 ഒരു യൂണിറ്റ്, 4.5 പൈസയാണ്, 4 രൂപ 5 പൈസയാണ് യൂണിറ്റിൻ്റെ വില. അത് നോക്കുകയാണെങ്കിൽ അതുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വൈദ്യുത നിരക്കും ഫിക്സഡ് ചാർജ് മാത്രം 470 രൂപയാകും. അതുകൂടാതെ സർചാർജ് ഉണ്ട്. ഒപ്പം ഒരു
മീറ്റർ വാടക അടക്കമുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഫിക്സഡ് ചാർജും യൂണിറ്റ് തുകയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 യൂണിറ്റ് ഒരു മാസം ഉപയോഗിക്കുന്ന ആൾ 470 രൂപയാണ് അവർക്ക് യൂണിറ്റിൻ്റെയും ഫിക്സഡ് ചാർജിൻ്റെയും ബില്ലായി വന്നിരുന്നത്. അത് ഇനി മുതൽ, അതായത് ഈ മാസം ആരംഭിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇനി മുതൽ അവരുടെ ഫിക്സഡ് ചാർജ് 75 രൂപയായും അവരുടെ യൂണിറ്റ് ചാർജ് 4 രൂപ 15 പൈസയും ഉയരും. അങ്ങനെയാണെങ്കിൽ ഒരു മാസം അവരുടെ ബില്ല് എന്ന് പറയുന്നത് 490 രൂപയായി മാറും. അതായത് 20 രൂപയുടെ വർധന ഈ 100 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവിന് ഒരു മാസം വരും. 2 മാസത്തെ ബില്ല് ഒന്നിച്ചു വരുമ്പോൾ അവർക്ക് വരുന്ന ബില്ല് എന്ന് പറയുന്നത് 40 രൂപയായി ഉയരും. ഒപ്പം ഒരു 200 യൂണിറ്റാണ് ഒരു മാസം ശരാശരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് നിലവിൽ വർധന എന്ന് പറയുന്നത് 15 പൈസയാണ് ഒരു യൂണിറ്റിലെ വർധന. അവരുടെ ഫിക്സഡ് ചാർജിൻ്റെ വർധന 10 രൂപയാണ്. അതായത് 130 രൂപയാണ് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഫിക്സഡ് ചാർജ് നൽകേണ്ടിയിരുന്നത്. കൂടാതെ 8 രൂപ 20 പൈസയായിരുന്നു ഒരു യൂണിറ്റിന് നൽകേണ്ടത്. അത് ഇപ്രകാരം മാറും. ഫിക്സഡ് ചാർജ് 15 രൂപ കൂടുമ്പോൾ 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് 145 രൂപ ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ടി വരും. ഒപ്പം യൂണിറ്റിന് 15 പൈസ അവർക്ക് വർദ്ധിക്കുമ്പോൾ അവർക്ക് 8 രൂപ 35 പൈസ ഒരു യൂണിറ്റിനായി മാറും. അതായത് 835 രൂപ. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ അടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഏകദേശം ഈ കഴിഞ്ഞ മാസം വരെ അവർ അടച്ചിരുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 950. അത് 2 മാസമാകുമ്പോൾ അതിന് അനുസരിച്ച് വീണ്ടും മാറും. അങ്ങനെയാണെങ്കിലും അവർക്ക് അത്രം 200 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് വരാൻ പോകുന്ന വർധന എന്ന് പറയുന്നത് 60 രൂപയാണ്. 2 മാസത്തെ ചാർജ് എടുക്കുമ്പോൾ അതൊരു 120 രൂപ വരെ ഏകദേശം വരും. ഈ രീതിയിലാണ് ചാർജ് വർധന ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 40 യൂണിറ്റ് വരെ ഒരു മാസം ഉപയോഗിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് നിലവിൽ യൂണിറ്റ് വർധന ബാധകമല്ല. അവർക്ക് ഫിക്സഡ് ചാർജുമില്ല. അതേസമയം 50 യൂണിറ്റ് മുതലാണ് ഫിക്സഡ് ചാർജ് ഈടാക്കി തുടങ്ങുന്നത്. അതേസമയം 100 ബാലകൃഷ്ണൻ വളരെ വിശദമായ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകരോട് വിശദീകരിക്കുകയായിരുന്നു. ഓരോ സ്ലാബിലും അതെങ്ങനെയാണ്, ആ നിരക്ക് വർധന എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കാൻ പോകുന്നത് എന്ന കാര്യം ഉമേഷ് ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇത് യൂണിറ്റിന് 5 പൈസ മുതൽ 20 പൈസ വരെയുള്ള വർധനയാണ് പൊതുവായി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ ശരാശരി എന്നുള്ള നിലയിലാണ് ഈ 16 പൈസ നിരക്ക് വർധന എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് വിവിധ സ്ലാബുകളിലായി അതിൽ മാറ്റങ്ങളും വരും. അത് 5 പൈസ മുതൽ 20 പൈസ വരെയുള്ള വർധനവാണ് പൊതുവായി അതിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മുൻ വൈദ്യുതി മന്ത്രി എ കെ ബാലൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എ കെ ബാലൻ, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ തന്നെ ഈ വിവിധ സ്ലാബുകളിലായി സ്വാഭാവികമായും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും. നേരത്തെ നമ്മൾ കരുതിയിരുന്നത് എത്രയാണ് കൂട്ടാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. ജനം മുഴുവൻ അതായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പോൾ 16 പൈസ, ശരാശരി 16 പൈസ എന്നുള്ളതാണ് നിരക്ക് വർധന. നിരക്ക് വർദ്ധിപ്പിക്കാതെ വഴിയില്ല എന്നാണ് KSEB മന്ത്രിയും ഒക്കെ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? ജനങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടായി മാറുമെന്ന ആശങ്കയുണ്ടോ? ഇത് ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും റീസണബിൾ ആയിട്ടുള്ള വർധനവ് അനിവാര്യമാണ്. കാരണം ഒന്ന്, പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് 6.1% പണപ്പെരുപ്പ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ 2.5% വർധനവ് മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് 6.1% പണപ്പെരുപ്പ് ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ 6.1% വർദ്ധിക്കേണ്ട സ്ഥാനത്ത് 2.5% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 1/3 വർധനവാണ്. ഇതാണ് ഇതിന്റെ ഒരു ജനറൽ കണക്ക്. അപ്പൊ ഇപ്പൊ നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന വൈദ്യുതി നമുക്കൊന്ന് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ വർദ്ധിച്ചു. പ്രത്യേകിച്ച് ഡിമാൻഡ് വല്ലാതെ കൂടി, അതുപോലെ തന്നെ കൺസംപ്ഷൻ ഒരു ഭാഗത്ത് വല്ലാതെ വർദ്ധിച്ചതിന്റെ ഭാഗമായി നമ്മൾ പുറത്തു നിന്ന് വാങ്ങുന്ന വൈദ്യുതി ഇവിടെ നമ്മൾ വിൽക്കുന്നത് 54 പൈസ യൂണിറ്റിൽ കുറവ് വരുത്തിയിട്ടാണ്. ഇത് പുറത്തു നിന്നും ഇവിടെ നിന്നും ഉണ്ടാക്കുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ നമ്മളെ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വിൽക്കുന്നതിൽ 54 പൈസയുടെ കുറവുണ്ട്. അതിലിപ്പം വർദ്ധിപ്പിച്ചത് 56 പൈസയാണ് യൂണിറ്റിന്. അതായത് അപ്പോഴും യഥാർത്ഥത്തിൽ 38 പൈസയുടെ കുറവ് അപ്പോഴും. അതിൽ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് ഈ ഗ്യാപ്പ് നിങ്ങൾ ഫിൽ ചെയ്യണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നാമമാത്രമായിട്ടുള്ള ഒരു വർധനം അനിവാര്യമായി തീർന്നു എന്നാണ്. ശരി, വർധന അനിവാര്യമായ ഘട്ടമാണ് എന്നാണ് മുൻ വൈദ്യുതി മന്ത്രി എ കെ ബാലൻ പ്രതികരിക്കുന്നത്. ഓരോരോ കാലത്ത് അതത് സാഹചര്യം അനുസരിച്ച് സ്വാഭാവികമായി ഉണ്ടാകുന്ന വർധന എന്ന നിലയിൽ മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ എന്നാണ്. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഉമേഷ്, ഈ
ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യൂണിറ്റിന് 10 പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യമായിരുന്നു ഒന്ന്. പക്ഷേ അത് അംഗീകരിച്ച് കാണുന്നില്ല. ഈ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗം, അതുപോലെ ഈ വിവിധ മേഖലകളിലെ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗം, അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എങ്ങനെയാണ് ഉമേഷ്? നിലവിൽ കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 20 രൂപയാണ് നിലവിലുള്ള നിരക്ക്. അത് പ്രതിമാസ കിലോ വാട്ടിനാണ് ഈ ചാർജ് ഈടാക്കുന്നത്. അത് 20 രൂപ എന്നുള്ളത് കമ്മീഷൻ 2020 അതിന് വർധനയില്ല. അത് 2020-ലും അത് പക്ഷേ എനർജി യൂണിറ്റിന് ചെറിയ വർധനയുണ്ട്. അതായത് 5 പൈസ വർധന എനർജി യൂണിറ്റിന് മാത്രം ഈടാക്കുന്നുണ്ട്. ഫിക്സഡ് ചാർജിന് മാറ്റമില്ല. അതായത് കൃഷി യൂണിറ്റിന് നിലവിൽ 20 രൂപയാണ് ഫിക്സഡ് ചാർജ് വരുന്നത്. ഒപ്പം എനർജി ചാർജ് 2 രൂപ 30 പൈസയാണ്. അത് ഈ വർഷം ഇങ്ങനെ മാറും. അതായത് 2 രൂപ 35 പൈസയായി മാറും. ഒപ്പം കമ്മീഷൻ 2025-26 കാലഘട്ടത്തിലേക്ക് അംഗീകരിച്ചിരിക്കുന്നത് 2 രൂപ 40 പൈസയാണ്. അതായത് 5 പൈസ വെച്ച് ഈ 2 വർഷവും തുടർച്ചയായി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കൂടും. ആ രീതിയിലാണ് കൃഷിക്കുള്ള ചാർജിന് 5 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം കോഴി വളർത്തൽ, കന്നുകാലി വളർത്തൽ, അലങ്കാര മത്സ്യകൃഷി തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നിരക്കിൽ മാറ്റമില്ല എന്നുള്ളതും ഒരു ആശ്വാസം നൽകുന്നതാണ്. അത് യൂണിറ്റിന് മാറ്റമില്ല. പക്ഷേ ഫിക്സഡ് ചാർജ് നിലവിൽ 20 രൂപ എന്നുള്ളത് അടുത്ത വർഷം 25 രൂപയായും ഒപ്പം 2025-26 കാലഘട്ടത്തിൽ 30 രൂപയും വർദ്ധിക്കും. ഫിക്സഡ് ചാർജിന് മാറ്റമുണ്ട്. യൂണിറ്റിന് 3 രൂപ 40 പൈസ എന്നുള്ളത് അതേ രീതിയിൽ തുടരും. ചെറുകിട IT അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് നിലവിലുള്ള നിരക്ക് ഫിക്സഡ് ചാർജ് 165 രൂപയാണ്. അത് അടുത്ത വർഷം 175, അതായത് 10 രൂപ ഫിക്സഡ് ചാർജിൽ മാറ്റമുണ്ടാവും. 2025-26 കാലഘട്ടത്തിൽ അതിൽ മാറ്റം ഉണ്ടാകില്ല. 175 എന്ന നിലയിൽ തന്നെ നിൽക്കും. പക്ഷേ കണക്ഷൻ ലോഡ് 20 കിലോ വാട്ടിന് മുകളിലാണെങ്കിൽ നിലവിൽ ഫിക്സഡ് ചാർജ് 200 എന്നുള്ളത് 210-ഉം അടുത്ത വർഷം 220-മായി മാറും. നിലവിൽ ഉള്ള ചാർജ് വർധന എന്ന് പറയുന്നത് 10 പൈസയും അടുത്ത വർഷം 15 പൈസയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ 6 രൂപ 50 പൈസയാണ് ചെറുകിട IT വ്യവസായങ്ങൾക്ക് ഈടാക്കുന്നത് യൂണിറ്റിന്. അത് അടുത്ത വർഷം അത് 6 രൂപ 60 പൈസയും തൊട്ടടുത്ത വർഷം 6 രൂപ 65. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറുതല്ലാത്ത വർധന തന്നെയുണ്ട്. നേരത്തെ 37 പൈസയുടെ വർധന, യൂണിറ്റിന് 37 പൈസയുടെ വർധന വേണം എന്നുള്ള ആവശ്യമാണ് KSEB മുന്നോട്ട് വെച്ചത്. അതിപ്പോൾ ശരാശരി 16 യൂണിറ്റിന് 16 പൈസയുടെ വർധന എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. സലീം മാലിക് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, ഈ നിരക്ക് വർധനയെ അത് വേറൊരു ഗതിയുമില്ലാതെയുള്ള നിരക്ക് വർധന എന്നാണ് സർക്കാർ അതിനെ വിശദീകരിക്കുന്നത്. മന്ത്രിയും KSEBയും ഒക്കെ വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്ര കൂട്ടിയാലും അത് തിരിച്ചടിയാവുന്നത് ജനങ്ങൾക്ക് തന്നെയാണ്. എന്താണ് പൊതുജനങ്ങളുടെ പ്രതികരണം സലീം മാലിക്? പ്രജിത്ത്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ജീവിത ചെലവുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിരക്ക് വർധന അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാകും. നമുക്ക് തത്സമയം ജനങ്ങളുടെ പ്രതികരണം തന്നെ പോകാം. നിലവിൽ ഈ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് നമ്മൾ തലസ്ഥാന നഗരത്തിലെ പ്രതികരണം തേടാം. ചേട്ടാ, ഇപ്പോഴേ ഈ KSEB വൈദ്യുതി നിരക്ക് ഇന്ന് മുതൽ കൂട്ടിയിട്ടുണ്ട്. അപ്പം എന്താ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടില്ല അതിനെ പറ്റിയുള്ള കാര്യം. എന്താ അത് വൈദ്യുതി നിരക്ക് ഒരു വലിയ അധിക ബാധ്യതയായി വരുമോ? നമുക്കിപ്പോൾ വരണത് അധിക ബാധ്യതയാണ്. അല്ലെങ്കിൽ വരണ എമൗണ്ട് എന്ന് പറയണത് ഞാനും വൈഫും മോളും മാത്രമാണ് വീട്ടിലുള്ളത്. നമുക്ക് ഇപ്പം തന്നെ 2 മാസത്തെ വന്നേക്കണത് തന്നെ 2600 സംതിങ് രൂപയാണ് വന്നേക്കണത്. അത് എന്ത് കണക്കാണെന്ന് അറിയാൻ വയ്യ. ഇങ്ങനെ വീണ്ടും കൂടുമ്പോൾ അത് പിന്നെ നമുക്ക് ആകെ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിലാണ് നമ്മൾ ജീവിച്ച് പോണത്. അതിൻ്റെ ഇതും കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചേട്ടാ, വൈദ്യുതി നിരക്ക് ഇന്ന് മുതൽ വീണ്ടും ഇന്നലെ മുതൽ കൂടിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു അധിക ബാധ്യതയായി മാറും. കറണ്ട് ബില്ല് കൂടുമ്പം കൂടില്ലെന്ന് നമ്മൾ മനുഷ്യന്മാരെ ഉപയോഗിക്കും പോലെ ഇരിക്കും. മനുഷ്യന്റെ ഉപയോഗം പോലെയാണ് അതിൽ ബില്ല് കൂടുന്നത്. അങ്ങനെയാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. പ്രത്യേകിച്ചും അധിക ബാധ്യതയായി തന്നെ നിൽക്കും എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ. ചേച്ചി, കറണ്ട് ബില്ല് ഇന്ന് മുതൽ കൂടുകയാണ്. അതൊരു അധിക ബാധ്യതയായി മാറും. ഇപ്പം നിങ്ങൾക്ക് താങ്ങാവുന്ന ബില്ലാണോ വന്നുകൊണ്ടിരുന്നത്? അങ്ങനെയാണ് ആളുകൾ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ അവർക്ക് താങ്ങാവുന്ന ബില്ലുകൾ ആണ് വന്നുകൊണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരാളുണ്ട്. അതങ്ങനെയല്ല എന്ന് പറയുന്ന ആളുണ്ട്. ചേട്ടാ, വൈദ്യുതി ബില്ല് ഇന്ന് മുതൽ കൂടുകയാണ് വീണ്ടും. എന്താ താങ്ങുമോ അത്? അറിയില്ല, നമ്മൾ കണ്ടില്ല, ബില്ല് കണ്ടില്ല. ബില്ല് താങ്ങല്ലേ, ഇപ്പൊ തന്നെ വലിയ ബില്ലാണ്. ഇപ്പൊ വീണ്ടും വൈദ്യുതി നിരക്ക് കൂട്ടി എന്നുള്ളതാണ്. അതായത് 16 പൈസ കൂടി കൂട്ടി യൂണിറ്റിന് എന്നുള്ളതാണ്. അറിയില്ല, ഞാനിപ്പം നിങ്ങൾ പറഞ്ഞാണ് അറിയുന്നത്. വെളിയിലായിരുന്നു, വന്നതേ ഉള്ളൂ. പലരും ആ വാർത്ത അറിഞ്ഞിട്ടില്ല. അവരൊക്കെ ജീവിതത്തിലൊക്കെ കഴിഞ്ഞിങ്ങനെ മടങ്ങുന്ന വഴിയാണ്. അതിനിടയിലാണ് ആ വാർത്തയൊക്കെ അറിയുകയും നമ്മൾ പറയുമ്പോഴൊക്കെയാണ് അറിയുകയും ചെയ്യുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായി ഇപ്പോഴും താങ്ങാത്ത ബില്ലാണ് വരുന്നത് എന്ന് പറയുന്നവരൊക്കെ തന്നെയാണ് അധികം ഉള്ളത്.
ചേട്ടാ, വൈദ്യുതി നിരക്ക് കൂടി, ഇന്നു മുതൽ വീണ്ടും കൂടുകയാണ്. അപ്പോൾ റിജിത്ത്, അങ്ങനെ പ്രതികരിക്കുന്നവരും പ്രതികരിക്കാത്തവരുമായിട്ടൊക്കെ പല മനുഷ്യരാണ് ഉള്ളത്. എന്തായാലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ പാടുപെടുന്ന മനുഷ്യരാണ്. സ്വാഭാവികമായും അവർക്ക് വൈദ്യുതി നിരക്ക് വർധനവ് സ്വാഭാവികമായും അത് നിവൃത്തിയില്ലാതെ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതികരണം തേടുകയായിരുന്നു സലീം മാലിക്. കൊച്ചിയിലേക്ക് ഒന്ന് പോകണം. എന്താണ് കൊച്ചിയിലെ ജനങ്ങൾക്ക് ഈ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് എന്ന കാര്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാം. അമൽ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമലി, നിരക്ക് വർധനയോട് ജനത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? മലയാളിയുടെ ബജറ്റിനെ കുറിച്ച്, മലയാളിയുടെ കുടുംബ ബജറ്റിന്റെ താളം തന്നെ തെറ്റിക്കാൻ പോകുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. യൂണിറ്റിന് 16 പൈസ കൂട്ടുക എന്ന് പറയുമ്പോൾ തന്നെ മാസത്തിൽ അത് വലിയൊരു മാറ്റമാണ് കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ കൊച്ചിയുടെ ഒരു പൊതുവായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കൊച്ചിയിൽ ഒരുപാട് തരത്തിലുള്ള ഉപഭോക്തൃ സംസ്കാരം തിങ്ങി നിൽക്കുന്ന കേരളത്തിന്റെ ഭൂമികയാണ് കൊച്ചി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ആളുകൾക്കും ഈ കറണ്ട് ബില്ലിന്റെ ഈ ഒരു വർധനവ് വലിയൊരു ആഘാതമായിട്ട് തന്നെയാണ് പ്രതീതമാകുന്നത്. ചേട്ടാ, കറണ്ട് ബില്ല് വർദ്ധിച്ചിരിക്കുകയാണ്, യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിച്ചിരിക്കുക. എന്ത് തോന്നുന്നു? എല്ലാ പ്രാവശ്യം കൂട്ടുക മാത്രമേ ഉള്ളൂ, കറണ്ട് സമയത്തിന് കിട്ടുക, സമയം എല്ലാ ദിവസവും കറക്റ്റായിട്ട് കറണ്ട് തരിക, അതിൽ സർക്കാർ ഇത് ചെയ്യണില്ല, ഫോക്കസ് ചെയ്യണില്ല. ഇപ്പം എനിക്ക് ജനറേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ 7.5 ലിറ്റർ ഡീസൽ വരും. ആ 7.5 ലിറ്റർ ഡീസലിൻ്റെ പൈസ തന്നെ ഈ കറണ്ട് ബില്ല് കൂട്ടണതിൽ ആഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. കാരണം നമ്മളൊരു സർവീസ് കൊടുക്കുകയാണ്, ആ സർവീസിന് കറക്റ്റായിട്ട് റിട്ടേൺസ് കിട്ടണം. ആ റിട്ടേൺസ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ കറണ്ട് ബില്ല് കൂട്ടിയിരിക്കുന്നത് 16 പൈസയാണ്. അടുത്ത വർഷം തൊട്ട് ഇത് 12 പൈസയാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിൽ നിന്ന് BPL-ലുള്ള കുടുംബങ്ങൾക്ക് പോലും ഇതിൻ്റെ അകത്ത് മോചനമില്ല. അവരും ഈ വർധനവ്, ഈ വൈദ്യുതി ചാർജ് വർധനവ് ബാധകമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീരുകയല്ലേ? ഉറപ്പായിട്ടും ആണല്ലോ, ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാണ്. എല്ലാ ദിവസവും പല പല കാര്യങ്ങളിൽ എല്ലാ സർക്കാരുകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് കുറച്ചതായിട്ട് ഇതുവരെ കണ്ടില്ല. പെട്രോൾ ഡീസൽ കാശാണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും എല്ലാത്തിനും എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരെണ്ണം കുറഞ്ഞതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അതെ, നമുക്ക് ഈ കറണ്ട് ബില്ലിന്റെ കാര്യം പറയുമ്പോൾ തന്നെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ചെറുകിട വ്യവസായത്തിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ ഒരു കുറവുണ്ടായിരിക്കും. ഈ വൈദ്യുതി ബില്ല് വലിയ കാര്യമായ വർധന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, ഈ കറണ്ട് ബില്ല് കൂടുകയാണ്, അപ്പൊ ജീവിത ചെലവുകൾ അതിനോടൊപ്പം വർദ്ധിക്കുമെന്ന് പേടിയുണ്ടോ? പിന്നെ ഇല്ലേ, ഇതൊരു ഇരുട്ടടിയല്ലേ ഇത് സംഭവം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഈ സർക്കാർ വന്നിട്ട് തന്നെ 3-4 തവണ കറണ്ട് ബില്ല് കൂട്ടി. നമ്മുടെ സംസ്ഥാനത്ത് വെള്ളത്തിൽ നിന്നാണ് കൂടുതലും, വെള്ളം ഉപയോഗിച്ചാണ് കൂടുതലും ബാധ്യത. ആവശ്യത്തിലെ വെള്ളം ഉണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദനം തികയുന്നില്ല എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോലെ വെള്ളമില്ല, എന്നിട്ട് പോലെ അവിടെ വൈദ്യുതിക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുത ബില്ലിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും അത് ശരി. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണം നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം പങ്കുവെക്കുകയായിരുന്നു. തിരുവനന്തപുരം പാലോട് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുളച്ചൽ സ്വദേശി ഇന്ദുജയെയാണ് ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷഫീദ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരം? ഈ നവവധുവിൻ്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പോലീസ് പറയുന്നത് എന്താണ് ഷഫീ? രജിത്ത്, പാലോട് ഇടിഞ്ഞാർ കൊളച്ചൽ കൊന്നമൂട് സ്വദേശി 25 വയസ്സുകാരി ഇന്ദുജയാണ് ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ 2ാമത്തെ നിലയിലെ ബെഡ്റൂമിൽ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. അഭിജിത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴായിരുന്നു ഈ മരിച്ച നിലയിൽ ഭാര്യയെ കണ്ടത്. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം നിലവിൽ ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലുണ്ട്. സംഭവത്തിൽ പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ്. ഇവർ രണ്ടുപേരും 2 വർഷമായി പ്രണയത്തിലായിരുന്നു. 3 മാസം മുൻപ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്ന ഈ വീട്ടുകാരുടെ സഹകരണമില്ലാതെ അമ്പലത്തിൽ വെച്ച കല്യാണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ബന്ധുക്കൾ നമുക്ക് നൽകുന്ന വിവരം. മാത്രമല്ല, പെൺകുട്ടിയുടെ വീട്ടുകാരുമായി കാര്യമായ ബന്ധമില്ല ഇവർക്ക് എന്നുള്ളതും ഒരു വിവരമായി ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പെൺകുട്ടി സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ്. റിജിത്ത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സുകൾക്കിടയിൽ കുടുങ്ങി
ബാങ്ക് ജീവനക്കാരന് ദാരുണാന്ത്യം എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. കേരള ബാങ്ക് ജീവനക്കാരൻ ഉല്ലാസ് മുഹമ്മദാണ് മരിച്ചത്. അപകടത്തിൽ 2 ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനമോടിച്ചതിന് പോലീസ് കേസെടുത്തു. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, അതിദാരുണം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് ഉണ്ടായത്. അതിൽ ഇനി സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ എന്ന നിലയിൽ കർശന നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ സർക്കാർ? അതായത് റീജിത്ത്, ഈ അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഗതാഗത മന്ത്രി ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ വിഷയം നേരിട്ട് അന്വേഷിക്കണമെന്നാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം. ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഫോർട്ട് പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനമോടിക്കൽ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. മനുഷ്യജീവനെ ആപത്തുണ്ടാക്കുന്ന വിധത്തിൽ ഉദാസീനമായി KSRTC ബസിന്റെയും സ്വകാര്യ ബസ്സുകളുടെയും ഡ്രൈവർമാർ വാഹനം ഓടിച്ചു എന്നാണ് FIR-ൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ FIR-ൽ 2 ബസ് ഡ്രൈവർമാർ എന്ന് മാത്രമാണ് പരാമർശിക്കുന്നത്. ബസ് ഡ്രൈവർമാരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ നേരത്തെ നമ്മൾ പോലീസുമായി സംസാരിച്ചപ്പോൾ 2 ബസ് ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്താത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷേ ബസ് ഡ്രൈവർമാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് എന്തായാലും കടക്കും. വളരെ കർശനമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്നൊരു പൊതുജന വികാരം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയത്. പോലീസും വേഗത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. ഫോർട്ട് SHOയുടെ വാഹനത്തിലാണ് ഇദ്ദേഹത്തെ അപകടം പറ്റി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും ഏറെ നാളായി കിഴക്കേക്കോട്ടയിൽ ഈ സിഗ്നൽ വലിയ പ്രശ്നമാണ്. ഇവിടെ ഇതിനു മുമ്പും 7 മാസങ്ങൾക്ക് മുമ്പും ഒരു യുവാവ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം നിരന്തര അപകടങ്ങൾ സംഭവിച്ചൊരു സ്ഥലമാണ്. നമ്മൾ തന്നെ ഓഫീസിലേക്ക് വരുമ്പോൾ വലിയ തോതിലുള്ള വ്യാപക നിയമലംഘനങ്ങൾ നിരന്തരം കാണുന്നൊരു ഇടവുമാണ്. എന്തായാലും ഈ ഗുരുതരമായ ഒരു അശ്രദ്ധയുടെയും അനാസ്ഥയുടെ നിയമലംഘനത്തിന്റെയും ഒക്കെ ഇരയാണ് ആ ബാങ്ക് ജീവനക്കാരൻ. ഈ സംഭവം നടന്ന കിഴക്കേക്കോട്ടയിൽ അവിടെ തന്നെ നമുക്ക് പതിവായി കാണാൻ കഴിയുന്നതാണ് ഈ ബസ്സുകളുടെ മത്സരയോട്ടവും ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നടുറോഡിൽ വാഹനം നിർത്തിയ ആളുകളെ കയറ്റുന്നതുമൊക്കെ. എന്തായാലും കർശനമായ നടപടി ആ വിഷയത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിലും സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലെടുത്തത് നിരവധി ജീവനുകളാണ്. കാൽനട യാത്രക്കാർക്ക് റോഡുകളിലൂടെ ജീവഭയമില്ലാതെ നടക്കാൻ സാഹചര്യം ഉണ്ടാകേണ്ടേ? ചില പ്രതികരണങ്ങൾ. പൊതുവെ എല്ലാ പ്രൈവറ്റ് ബസ്സുകാരും അവരെല്ലാം റഷ് ആൻഡ് ഡ്രൈവ് ആണ്. മറ്റാൾക്കാരെ സംഭവം ഇവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ നോക്കുന്നത്. പക്ഷെ മറ്റാൾക്കാരും കൂടി ഇവർ നോക്കേണ്ട കടമ ഇവർക്കുണ്ട്. പ്രൈവറ്റ് ബസ്സിന്റെ സ്പീഡ് അനുസരിച്ച് ഇപ്പോൾ ഭയങ്കര കൂടുതലായിട്ടാണ് കാണുന്നത്. മന്ത്രിനെയോ അങ്ങനെ ഇതിന്റെ ഉന്നതമായിട്ടുള്ള അധികാരമുള്ള ആൾക്കാരെ കൊണ്ട് എത്തിച്ച് അവരിലേക്കൊന്ന് ഇതിന്റെ ഇൻഫർമേഷൻ കൊടുത്ത് അവരെ മാത്രം കുറ്റം പറയാതെ തലപ്പത്തിരിക്കണവരെ കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ ട്രാഫിക് അതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഈ ബസ്സുകൾ തമ്മിലുള്ള ഓരോ എന്താ പറയുക, അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ബാക്കിയുള്ള സാധാ ജനങ്ങളെയൊക്കെ നല്ല ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആസ് എ സ്റ്റുഡൻറ് 2 വീലർ ഓടിക്കുകയാണെങ്കിൽ തന്നെ ഇവരുടെയും ഇതിലും അവർക്ക് കാണാൻ പറ്റത്തില്ല ഓവർടേക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെയൊന്നും. അപ്പം അങ്ങനെ കുറേ ആക്സിഡൻസ് നടന്നിട്ടുമുണ്ട്, ജസ്റ്റ് മിസ്സായിട്ട് രക്ഷപ്പെട്ടിട്ടുമുണ്ട് കുറേ ആൾക്കാർ. ബസ്സിന് ഭയങ്കര സ്പീഡാണ്. പിന്നെ കയറാൻ നേരത്ത് സീറ്റൊന്നും കിട്ടാറില്ല നമുക്ക്. അത് ഭയങ്കര മോശമാണ്. കാരണം നമുക്ക് ST തരില്ലാന്നേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാർഡ് കാണിക്കാൻ പറയും. കാർഡ് ഒരു ദിവസം കൊണ്ടുവന്നില്ല എന്ത് ചെയ്യും? നമ്മള് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്ത് ചെയ്യും? പ്രതിഷേധിക്കണം ഇതിനെതിരെ. അല്ല, നല്ല സ്പീഡാണ്. പിന്നെ ഈ സീബ്ര ക്രോസിംഗിൽ പോലും ആരും നിർത്തി തരില്ല വണ്ടിയൊന്നും. ബസ് നിർത്തുന്നില്ല, വണ്ടികൾ ചിലപ്പോൾ നിർത്താണ്ട് എടുത്തിട്ട് പോകുന്ന കുറെ സമയം. ഈ റിപ്പോർട്ടോടുകൂടി ജനങ്ങളുടെ പ്രതികരണത്തോടുകൂടി പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.